ഓക്കെ, നമ്മളിന്ന് പഠിക്കുന്നത് ബയോളജിയിലെ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇതിനകത്ത് ആദ്യമേ തന്നെ അറിയാം നമുക്ക് സെല്ലിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. സെല്ലെന്ന് വെച്ചാൽ എന്താണ്? ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലൈഫ് ഓർ സ്ട്രക്ചറൽ ആൻഡ് ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ലൈഫ്. ആൻഡ് സെല്ലെന്ന് പറയുന്നത് കണ്ടുപിടിച്ചതാരാ, അല്ലെങ്കിൽ സെല്ലിന് സെല്ലെന്നുള്ള നെയിം കൊടുത്തതാരാന്ന് വെച്ച് കഴിഞ്ഞാൽ റോബർട്ട് ഹുക്കാണ്. 1665 റോബർട്ട് ഹുക്ക്, അതും ലിവിങ് സെല്ലിനെയല്ല നോൺ ലിവിങ് സെല്ലിനെയാണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. അതും കോർക്ക് സെല്ലാണ് കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കാണ്, അദ്ദേഹം എഴുതിയ ഒരു ബുക്കാണ് മൈക്രോഗ്രഫിയ എന്ന് പറയുന്നത്. ആൻഡ് ആദ്യത്തെ ലിവിങ് സെൽ എന്ന് പറയുന്നത് കണ്ടുപിടിച്ചത് ആരാടാ? നമ്മൾ ആദ്യം പറഞ്ഞു റോബർട്ട് ഹുക്ക് കണ്ടുപിടിച്ചത് നോൺ ലിവിങ് സെല്ലിനെയാണ് കണ്ടുപിടിച്ചത്. എന്നാൽ ആദ്യമായിട്ട് ലിവിങ് സെല്ലിനെ കണ്ടുപിടിച്ചത് ആൻഡോവൻ ലുവൻ ഹുക്കാണ്. ആൻഡ് പ്ലാന്റ് സെല്ലിനെ കണ്ടുപിടിച്ചത് ആരാണ്? പ്ലാന്റ് സെല്ലിനെ പറ്റി പറഞ്ഞത് ആരാണ്? എൻ.ജെ. ഷ്ലീഡനാണ്. പ്ലാന്റ് ഷ്ലീഡൻ, അതിനകത്ത് രണ്ടും ഒരു ഷ്ലൈ എന്ന് പറഞ്ഞൊരു സാധനം വരുന്നില്ലേ, അങ്ങനെ ഓർത്തത് കോഡാക്കി വയ്ക്കും. പ്ലാന്റ് സെല്ലിനെ കണ്ടുപിടിച്ചത് ഷ്ലീഡനാണ്. അതുപോലെ തന്നെ ആനിമൽ സെല്ലിനെ കണ്ടുപിടിച്ചത് ആരാണ്? തിയോഡർ ഷ്വാനാണ്. ഷ്വാനിനെ സ്വാൻ എന്ന് ഓർക്കുക. എന്നുവെച്ചാൽ സ്വാൻ എന്താണ്? ഒരു ആനിമലിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കൂട്ടാം. ഏതായാലും പ്ലാന്റ് അല്ലെന്ന് നമുക്കറിയാം. അപ്പോൾ അതെന്താണ്? ആനിമൽ സെൽ. അപ്പോൾ തിയോഡർ ഷ്വാൻ എന്താണ്? ആനിമൽ സെല്ലും പ്ലാന്റ് സെല്ല് എം.ജെ. ഷ്ലീഡനുമാണ് കണ്ടുപിടിച്ചത്. ഇവർ രണ്ടുപേരും കൂടെ 1839 പ്രപ്പോസ് ചെയ്തതാണ് സെൽ തിയറി. എന്ന് വെച്ചാൽ ഈ പ്ലാന്റ് സെല്ലിനെ പറ്റി ആനിമൽ സെല്ലിനെ പറ്റിയും പറയുന്ന ഒരു തിയറിയാണ് സെൽ തിയറി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് റുഡോൾഫ് ഫുർച്ചോ പറഞ്ഞതാണ് സെൽ ഒറിജിനേറ്റ് ഫ്രം ദ പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. നമ്മുടെ ഇപ്പോൾ ഉള്ള സെല്ലുകളിൽ നിന്നാണ്, പ്രീ എക്സിസ്റ്റിംഗ് സെല്ലുകളിൽ നിന്നാണ് സെല്ലുകൾ ഒറിജിനേറ്റ് ചെയ്യുന്നതെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പോൾ ആരൊക്കെയാണ് നമ്മൾ പറഞ്ഞു? റോബർട്ട് ഹുക്കുണ്ട്, നോൺ ലിവിങ് സെല്ലിനെ കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ ലിവിങ് സെല്ലിനെ കണ്ടുപിടിച്ച ആൻഡോവൻ ലുവൻ ഹുക്കാണ്. പ്ലാന്റ് സെല്ലിനെ കണ്ടുപിടിച്ചത് എം.ജെ. ഷ്ലീഡനാണ്. ആനിമൽ സെല്ലിനെ കണ്ടുപിടിച്ചത് തിയോഡർ ഷ്വാനാണ്. ആൻഡ് സെൽ തിയറി പ്രപ്പോസ് ചെയ്തത് ഇവർ രണ്ടുപേരോട്, എന്ന് വെച്ചാൽ ഷ്ലീഡനും ഷ്വാനും കൂടാണ് 1839. എന്നാൽ റുഡോൾഫ് ഫുർച്ചോ പറഞ്ഞ എന്താണ്? സെൽ ഒറിജിനേറ്റ് ഫ്രം ദ പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വരുന്നത് എവിടേക്കാണ്? സെൽ തിയറിയിലേക്കാണ്. സെൽ തിയറിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എവരി ലിവിങ് ഓർഗാനിസം ഈസ് കമ്പോസ്ഡ് ഓഫ് വൺ ഓർ മോർ സെൽസ്. ഒന്നോ ഒന്നിലധികമോ സെൽസ് കൂടി ചേർന്നിട്ടാണ് ഒരു ഓർഗാനിസം ഉണ്ടാകുന്നത്. ഒരു ഓർഗാനിസം എന്നല്ല, എല്ലാ ഓർഗാനിസമും ഉണ്ടാകുന്നത്. ദ സെൽ ഈസ് ദ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് ആൻഡ് സെൽ ആർ ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ ഇൻ ഓർഗൻസ്. അത് നമ്മൾ പറഞ്ഞ ഓൾ സെൽസ് ആർ അറൈസിങ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. അതായതായിരുന്നു മറ്റേ റുഡോൾഫ് ഫുർച്ചോ പറഞ്ഞിട്ടുള്ളത്. ഓൾ ബയോകെമിക്കൽ പ്രോസസ്സ് ആർ ക്യാരിഡ് ഔട്ട് ബൈ സെൽസ്. എല്ലാ ബയോകെമിക്കൽ പ്രോസസ്സുകളും എവിടെയാണ് നടക്കുന്നത്? സെല്ലിലൂടെയാണ് നടക്കുന്നത്. പിന്നെ സ്മോളസ്റ്റ് സെൽ, ഏറ്റവും സ്മോളസ്റ്റ് സെൽ എന്ന് പറയുന്നത് മൈക്കോപ്ലാസ്മയാണ്. എന്നാൽ ബിഗ്ഗസ്റ്റ് സെൽ എന്ന് പറയുന്നതോ ഓസ്ട്രിച്ച് എഗ്ഗാണ്, ഓസ്ട്രിച്ചിൻ്റെ മുട്ടയാണ്. ലോങ്ങസ്റ്റ് സെൽ എന്ന് വെച്ചാൽ ഹ്യൂമൻ ബോഡിയിലെ ലോങ്ങസ്റ്റ് സെൽ എന്ന് വെച്ചാൽ നമ്മുടെ ന്യൂറോൺസ് ആണ്. അറിയാമല്ലോ, ഡെൻഡ്രൈറ്റ്സ് അതൊക്കെ വന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ ബോഡി കാര്യങ്ങളൊക്കെ, അതാണ് ന്യൂറോൺസ് ആണ് ഏറ്റവും ലോങ്ങസ്റ്റ് വൺ. ആൻഡ് ലാർജസ്റ്റ് ഹ്യൂമൻ സെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവമാണ്. എന്നാൽ സ്മോളസ്റ്റ് ഹ്യൂമൻ സെല്ലോ സ്പാം ആയിരിക്കും. ആൻഡ് സെൽ ഇൻ ഹ്യൂമൻ ബോഡി വിത്ത് ലോങ്ങസ്റ്റ് ലൈഫ് ആർക്ക് തന്നെയാണ്? നെർവ് സെല്ലിന് തന്നെയാണ്. രണ്ട് കൈൻഡ് സെൽസാണ് നമുക്കുള്ളത്. ഒന്ന് പ്രോക്യാരിയോട്ടിക് സെല്ലും ഒന്ന് യൂക്യാരിയോട്ടിക് സെല്ലും. സ്റ്റഡി ഓഫ് സെല്ലിനെ വിളിക്കുന്ന പേരാണ് സൈറ്റോളജി. ഇവിടെ നിന്നിട്ടൊരു കാര്യം ഓർക്കുക, നമ്മൾ ഈ ഓരോന്നിൻ്റെയും സ്റ്റഡീസ് പറയത്തില്ലേ, എന്താണ് സ്റ്റഡി ഓഫ് സെൽ. ഇപ്പോൾ സ്റ്റഡി ഓഫ് സെല്ലിൻ്റെ കാര്യം, സൈറ്റോളജി, അതുപോലെ ഓരോന്നിൻ്റെയും കാര്യം വരുമ്പോഴത്തേക്കും ജസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് ഒരു ബുക്കിനകത്ത് അല്ലെങ്കിൽ ഒരു പേപ്പറിനകത്ത് നോട്ട് ചെയ്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. ലാസ്റ്റ് നമുക്ക് പെട്ടെന്ന് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റും. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ടൈപ്സ് ഓഫ് സെൽസ്. നമ്മൾ പറഞ്ഞു ടൈപ്സ് ഓഫ് സെൽസിനകത്ത് എന്തൊക്കെയുണ്ട്? യൂക്യാരിയോട്ടിക് സെല്ലും ഉണ്ട്, പ്രോക്യാരിയോട്ടിക് സെല്ലും ഉണ്ട്. ഈ പ്രോക്യാരിയോട്ടിക് സെല്ലിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ഇവരെന്താണ്? പ്രോക്യാരിയോട്ട് പ്രിമിറ്റീവ് ആണ്. പ്രിമിറ്റീവ് സെൽസ് വിത്തൗട്ട് ന്യൂക്ലിയസ് ആൻഡ് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ്. മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസും ഇല്ല, അതുപോലെ തന്നെ അവർക്ക് എന്തില്ല? ന്യൂക്ലിയസും ഇല്ല. സ്മോളസ്റ്റ് പ്രോക്യാരിയോട്ടിക് സെൽ ഈസ് മൈക്കോപ്ലാസ്മ. നമ്മൾ പറഞ്ഞായിരുന്നു മുമ്പേ തന്നെ, ഏറ്റവും ചെറിയ സെല്ലെന്ന് പറയുന്നത് മൈക്കോപ്ലാസ്മയാണ്.
അത് കഴിഞ്ഞ് വരുന്നതാണ് യൂക്കാരിയോട്ടിക് സെൽ. യൂക്കാരിയോട്ടിക് സെല്ലിൽ പറയുകയാണെങ്കിൽ സെൽ വിത്ത് ന്യൂക്ലിയസ് ആൻഡ് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ്, ന്യൂക്ലിയസ് കണ്ടെയ്നിങ് DNA ആൻഡ് ഹിസ്റ്റോൺ പ്രോട്ടീൻ, ന്യൂക്ലിയോലസ് ഈസ് പ്രസൻസ്. യൂക്കാരിയോട്ടിക് സെല്ലിലാണെന്നുണ്ടെങ്കിൽ ന്യൂക്ലിയസും ഉണ്ട്, മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസും ഉണ്ട്, അതുപോലെ തന്നെ ന്യൂക്ലിയസിന് എന്തൊക്കെയുണ്ട്, DNA-യും ഉണ്ട്, ഹിസ്റ്റോൺ പ്രോട്ടീൻസും ഉണ്ട്, അതുപോലെ തന്നെ ന്യൂക്ലിയോലസും പ്രസൻ്റ് ആണ്. താഴെ ഒരു ചെറിയൊരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ ന്യൂക്ലിയസും റൈബോസോമും ഗോൾഗി കോംപ്ലക്സ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, പ്ലാസ്മ മെംബ്രെയിൻ, മൈറ്റോകോൺട്രിയ, സൈറ്റോപ്ലാസം, ലൈസോസം ഒക്കെ ഇതിനകത്തുള്ളതാ യൂക്കാരിയോട്ടിക് സെല്ലിലുള്ളതാണ്. പക്ഷേ എന്താ പ്രോക്യാരിയോട്ടിലേക്ക് വരുമ്പോഴോടാ അവിടെ ഒരു ക്യാപ്സ്യൂളും റൈബോസോം, ക്യാപ്സ്യൂളൊക്കെ നമ്മൾ പറയും കേട്ടോ, അതിൻ്റെ പുറകെ നമുക്ക് പറയാം. പിന്നെ റൈബോസോംസ്, DNA-യും അതുപോലെ തന്നെ സെൽ വാളും പ്ലാസ്മ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം ഒക്കെയാണ് അവിടെ കാണുന്നത്. നമ്മുടെ എല്ലാ ഈ ഗോൾഗി ബോഡീസ് ഒന്നും അവിടെ കാണുന്നില്ല. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതിലേക്കാ നമ്മളിനി പ്രോക്യാരിയോട്ടിക് യൂക്കാരിയോട്ടിക് സെല്ലിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. പ്രോക്യാരിയോട്ട്സ് എന്തായിരിക്കും അവിടെ യൂണിസെല്ലാറാണ്. എന്നാൽ യൂക്കാരിയോട്ട്സ് എന്ന് വെച്ചാൽ യൂണിസെല്ലുലാറും ആണ്, അവരെന്താണ് മൾട്ടി സെല്ലുലാറും ആകാം. പിന്നെ പ്രോക്യാരിയോട്ട്സിൽ പറയുകയാണെങ്കിൽ സെൽ എന്തായിരിക്കും സ്മോളർ സൈസ് ആയിരിക്കും. പക്ഷേ യൂക്കാരിയോട്ട്സിൽ എന്തായിരിക്കും ലാർജർ സൈസിലായിരിക്കും കാണപ്പെടുന്നത്. എന്നാൽ പ്രോക്യാരിയോട്ട്സിൽ ന്യൂക്ലിയസും ഇല്ല, ന്യൂക്ലിയോലസും ഇല്ല. അപ്പുറത്താണെന്നുണ്ടെങ്കിലോ ന്യൂക്ലിയസും ഉണ്ട്, ന്യൂക്ലിയോലസും ഉണ്ട്. അതുപോലെ തന്നെ പ്രോക്യാരിയോട്ട്സിൽ DNA എന്ന് പറയുന്നത് സർക്കുലർ ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഹിസ്റ്റോൺസ് എന്തായിരിക്കും ആബ്സെൻ്റ് ആയിരിക്കും. എന്നാൽ യൂക്കാരിയോട്ട്സിലോ അവർ DNA എന്ന് പറയുന്നത് ലീനിയർ ആയിരിക്കും, അതുപോലെ തന്നെ ഹിസ്റ്റോൺസ് എന്തായിരിക്കും ഉണ്ട്, പ്രസൻ്റ് ആണ്. അതുപോലെ തന്നെ പ്രോക്യാരിയോട്ടിക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് റൈബോസോംസ് എന്തായിരിക്കും ചെറുതാണ്, അതുപോലെ തന്നെ അവർ 70 years ആണ്. എന്നാൽ യൂക്കാരിയോട്ട്സിലോ അവർ വലുതാണ്, എന്നാൽ 8 years ആണ്. പ്രോക്യാരിയോട്ട്സ് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് എന്തായിരിക്കും കാണത്തില്ല, ആബ്സെൻ്റ് ആണ്. എന്നാൽ യൂക്കാരിയോട്ട്സിൽ എന്താണ് പ്രസൻ്റ് ആണ്, മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ പ്രോക്യാരിയോട്ടിലെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എസെക്ഷൽ റീപ്രൊഡക്ഷനാണ്. എന്നാൽ യൂക്കാരിയോട്ട്സിൽ വരുമ്പോൾ എസെക്ഷലും ഉണ്ട്, സെക്ഷലും ഉണ്ട്. പ്രോക്യാരിയോട്ട്സിൻ്റെ എക്സാമ്പിളാണ് ബാക്ടീരിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ യൂക്കാരിയോട്ട്സിൻ്റെ എക്സാമ്പിളാണ് പ്ലാന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പ്രോക്യാരിയോട്ടിക് സെല്ലിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. represented by bacteria, blue-green algae, mycoplasma and PPLO. ഇതിനകത്ത് വരുന്നതാണ് ബാക്ടീരിയയും ബ്ലൂ-ഗ്രീൻ ആൽഗയും അതുപോലെ തന്നെ മൈക്കോപ്ലാസ്മയും. അതായത് PPLOയുടെ ഫുൾ ഫോം എന്തുവാ, പ്ലൂറോ ന്യൂമോണിയോ ലൈക്ക് ഓർഗാനിസം. അതും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. Multiply rapidly and vary in size greatly. All prokaryotic cells have cell wall surrounded the cell membrane except in mycoplasma. അത് നോട്ട് ചെയ്ത് വെക്കുക. എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം പ്രോക്യാരിയോട്ടിക് സെല്ലുകളിൽ എല്ലാം എന്താണ്, അവർക്ക് സെൽ വാൾ കാണും അല്ലേ, എന്തിനു ചുറ്റും, സെൽ മെംബ്രെയിന് ചുറ്റും. പക്ഷേ മൈക്കോപ്ലാസ്മയിൽ മാത്രം എന്ത് കാണത്തില്ല, സെൽ വാൾ കാണത്തില്ല. ഇനി ഇതിൻ്റെ ഷേപ്പുള്ള ബാക്ടീരിയയുടെ കേസ് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഷേപ്പിൻ്റെ കേസിൽ നമ്മൾ ബാസിലസ് റോഡ് ഷേപ്ഡ് ആണെന്നുണ്ടെങ്കിൽ ബാസിലസ് എന്ന് വിളിക്കുന്നു, സ്പെറിക്കൽ ഷേപ്ഡ് ആണെങ്കിൽ കോക്കസ് എന്ന് വിളിക്കുന്നു, കോമ ഷേപ്ഡ് ആണെന്നുണ്ടെങ്കിൽ വിബ്രിയോ എന്ന് വിളിക്കുന്നു, അതുപോലെ തന്നെ സ്പൈറൽ ഷേപ്ഡ് ആണെന്നുണ്ടെങ്കിൽ സ്പൈറലം എന്ന് വിളിക്കുന്നു. ബാക്ടീരിയൽ സെല്ലിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം സെൽ എൻവലപ്പ് കൺസിസ്റ്റ് ഓഫ് 3 layers. ഇതിൻ്റെ ഈ സെല്ലുണ്ടല്ലോ, നമ്മൾ മുമ്പ് ഒരു പടം പറഞ്ഞില്ലേ, അതിനകത്തിലെ പോലെ നമ്മൾ ഈ സെല്ല് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് സെൽ എന്ന് പറയുന്നത് ഗ്ലൈക്കോ കാലിക്സ് ആയിരിക്കും. അല്ല, സെല്ലിൻ്റെ മെംബ്രെയിൻ ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഗ്ലൈക്കോ കാലിക്സ് ആയിരിക്കും. മിഡിൽ എന്ന് പറയുന്നത് സെൽ വാൾ ആയിരിക്കും. ഇന്നർ മോസ്റ്റ് എന്ന് പറയുന്നത് സെൽ മെംബ്രെയിൻ ആണ്. ഈ ഗ്ലൈക്കോ കാലിക്സ് ആണെങ്കിൽ ലൂസായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്ലൈം ലെയർ എന്നും, അതുപോലെ തന്നെ തിക്കോ അല്ലെങ്കിൽ ഇച്ചിരി ടഫായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ക്യാപ്സ്യൂൾ എന്നും വിളിക്കും. പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു സെമി പെർമിയബിൾ ആയിട്ടുള്ളൊരു മെംബ്രെയിൻ ആയിരിക്കും. എന്ന് വെച്ചാൽ എല്ലാ സാധനങ്ങളെയും അങ്ങ് കടത്തിവിടുന്നതെന്നല്ല, ചില സാധനങ്ങളെയൊക്കെ കടത്തിവിടാനായിട്ട് പറ്റുന്ന ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനാണ്. അതിലെന്ത് കാണും, മീസോസോംസ് കാണും. മീസോസോംസ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാവോടാ, ഒരു വെസിക്കിൾ അല്ലെങ്കിൽ ട്യൂബ്യൂൾ അല്ലെങ്കിൽ ഒരു ലാമല്ലെ പോലെ കാണപ്പെടുന്ന ഫോമുകളാണ് നമ്മൾ മീസോസോംസ് എന്ന് പറയുന്നത്. ദേ ഹെൽപ്പ് ഇൻ സെൽ വാൾ ഫോർമേഷൻ, DNA റെപ്ലിക്കേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടു ഡോട്ടർ സെൽസ്. ഇത് സെൽ വാൾ ഫോർമേഷനും DNA റെപ്ലിക്കേഷനും ഒക്കെ വേണ്ടി സഹായിക്കുന്നു. പിന്നെ ഈ ഒരു ഇത് കണ്ടോ, ഈ ഒരു ഡയഗ്രാം നോക്കിയാൽ, ഈ ഒരു ഡയഗ്രത്തിനകത്ത് ഞാൻ കാണിച്ചു തരാം. പിന്നെ
ഈ ഏറ്റവും പുറത്തുള്ളതിനെയാണ് നമ്മളെന്ത് വിളിക്കുന്നത്? ഗ്ലൈക്കോകാലിക്സ് എന്ന് വിളിക്കുന്നത്. അതിന് തൊട്ടകത്തുള്ളതിനെ നമ്മൾ സെൽ വാൾ എന്ന് വിളിക്കുന്നു. അതിനും തൊട്ടകത്തുള്ളതിനെ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് വിളിക്കുന്നു. ഈ പ്ലാസ്മ മെംബ്രെയിൻ്റെ അവിടെ ചെറിയ കണ്ടോ വെസിക്കിൾസ് അല്ലെങ്കിൽ ട്യൂബ്യൂൾസ് പോലെ ചെറിയ കുഴികളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ മീസോസോം എന്ന് വിളിക്കുന്നു. പിന്നെ ഇവിടെ ഇൻക്ലൂഷൻ ബോഡീസ് ഉണ്ട്, റൈബോസം ഉണ്ട്, ന്യൂക്ലിയോയിഡ്, ഇതൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. ഇങ്ങനെ ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇനി അടുത്തത് റൈബോസോംസ്. റൈബോസോംസ് എന്ന് വെച്ചാൽ അറ്റാച്ച്ഡ് വിത്ത് സെൽ മെംബ്രെയിൻ. റൈബോസോം ഈ സെൽ മെംബ്രെയിനുമായിട്ട് എന്തായിരിക്കും? ഇങ്ങനെ അടുത്തടുത്തായിരിക്കും നിൽക്കുന്നത്. ആൻഡ് അത് സൈറ്റ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. നമുക്കറിയാം റൈബോസോം എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടീൻ കാര്യങ്ങളൊക്കെ സിന്തസിസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് റൈബോസോം എന്ന് പറയുന്നത്. റൈബോസോം അറ്റാച്ച്ഡ് വിത്ത് mRNA. റൈബോസോം mRNAയുമായിട്ട് അറ്റാച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഫോം എ ചെയിൻ കോൾഡ് പോളിറൈബോസോം. പോളിറൈബോസോം ഉണ്ടാകുന്നു. എന്താ? റൈബോസോം പ്ലസ് mRNA ചേരുമ്പോഴത്തേക്കും നമുക്ക് എന്തുണ്ടാകുന്നു? പോളിറൈബോസോം ഉണ്ടാകുന്നു. ആൻഡ് റിസർവ്ഡ് മെറ്റീരിയൽ ഇൻ പ്രോകാരിയോട്ടിക് സെൽ ആർ പ്രസൻറ്റ് ഇൻ സൈറ്റോപ്ലാസം ആസ് സെൽ ഇൻക്ലൂഷൻ ബോഡീസ്. എന്താണ്? നമ്മുടെ സൈറ്റോപ്ലാസത്തിൽ സ്റ്റോറേജ് മെറ്റീരിയലായിട്ട് കാണപ്പെടുന്നവരെയാണ് നമ്മൾ ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് പറഞ്ഞു. നമ്മളിവിടെ പറഞ്ഞില്ലേ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞില്ലേ, അതിനെയാണ് ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് വിളിക്കുന്നത്. വിച്ച് മേ കണ്ടെയ്ൻ ഫോസ്ഫേറ്റ് ഗ്രാന്യൂൾസ് ആൻഡ് ഗ്ലൈക്കോജൻ ഗ്രാന്യൂൾസ്. ഈ ഇൻക്ലൂഷൻ ബോഡീസിൽ എന്ത് കാണുവാടാ? നമ്മുടെ ഫോസ്ഫേറ്റ് ഗ്രാന്യൂൾസും കാണും, ഗ്ലൈക്കോജൻ. ഇനി നമ്മൾ പറയുന്നത് യൂക്യാരിയോട്ടിക് സെല്ലാണ്. യൂക്യാരിയോട്ടിക് സെല്ലിനെ തന്നെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് പ്ലാന്റ് സെല്ലെന്നും അതുപോലെ തന്നെ ഒന്നിനെ ആനിമൽ സെല്ലെന്നും. എൻ്റെ ഇവിടെ താഴെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. അത്ര ക്ലിയർ അല്ല, എന്നിരുന്നാൽ പോലും ഒന്ന് ശ്രദ്ധിക്കുക. ഇതിനകത്ത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്ലാന്റ് സെല്ലിലും ആനിമൽ സെല്ലിലും കോമൺ ആയിട്ട് കാണപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെൽ മെംബ്രെയിൻ ഉണ്ട്, ന്യൂക്ലിയോലസ് ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, റൈബോസോം ഉണ്ട്, വാക്യൂളുണ്ട്, മൈറ്റോകോൺട്രിയ, ഗോൾഗി കോംപ്ലക്സ്. എന്നാൽ പ്ലാന്റ് സെല്ലിൽ മാത്രം കാണപ്പെടുന്നതാണ് ക്ലോറോപ്ലാസ്റ്റും സെൽ വാളും പ്ലാസ്മോഡെസ്മേറ്റയും. എന്നാൽ ആനിമൽ സെല്ലിൽ മാത്രം കാണപ്പെടുന്ന എന്താണ്? സെൻട്രിയോളും ലൈസോസോംസും സെൻട്രോസോംസും. ഇനി നമ്മൾ ഓരോന്നിനും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവാം. എന്താണ് സെൽ വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സെൽ വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ് സെല്ലിൽ മാത്രം കാണപ്പെടുന്നതാണ് സെൽ വാൾ. ഇതെന്ത് ചെയ്യുന്നു? ഷേപ്പ് കൊടുക്കുന്നു, റിജിഡിറ്റി കൊടുക്കുന്നു. എന്ന് വെച്ചാൽ സെല്ലിനൊരു കട്ടിയും അതുപോലെ തന്നെ ഷേപ്പൊക്കെ കൊടുക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? സെല്ലെന്ന് പറയുന്നത്. ഈ സെൽ വാളെന്ന് പറയുന്നത്, സെൽ വാൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? സെല്ലുലോസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി അടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നു. ഇതിനെ സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ പ്രപ്പോസ് ചെയ്തപ്പെട്ടവരാണ് നഗേലിയും അതുപോലെ തന്നെ ക്രാമറും. നഗേലി ആൻഡ് ക്രാമർ. ഇൻ ബോത്ത് പ്ലാന്റ് ആൻഡ് ആനിമൽസ്. ഇന്ന് രണ്ടിടത്തും കാണും അല്ലേ? പ്ലാന്റ് സെല്ലിലും കാണും, ആനിമൽ സെല്ലിലും കാണും. ഔട്ടർ ലെയർ, ആനിമൽ സെല്ലിൻ്റെ ഔട്ടർ ലെയറാണ് എന്തെന്ന് പറയുന്നത്? ഈ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ പ്ലാന്റ് ഇത് പറയുമ്പോഴത്തേക്കോ അതിൻ്റെ സെൽ മെംബ്രെയിൻ കഴിഞ്ഞിട്ട് സെൽ വാളും അതിനുണ്ടല്ലേ? ഓക്കെ. പിന്നെ സിംഗറും നിക്കോൾസനും 1972 ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവന്നത്. അതിലൂടെയാണ് ഈ സെൽ മെംബ്രെയിനെ പറ്റിയൊക്കെ പറയുന്നത്. അപ്പോൾ സിംഗർ ആൻഡ് നിക്കോൾസൺ 1972 പ്രപ്പോസ്ഡ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. ഈ സെൽ മെംബ്രെയിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ സെൽസ്. അപ്പോൾ സെല്ലിനകത്തോട്ടും പുറത്തോട്ടും എന്ത് ചെയ്യുന്നു? മോളിക്യൂൾസിനെ കടത്തിവിടുകയാണ് നമ്മുടെ ഈ സെൽ മെംബ്രെയിൻ്റെ പണി എന്ന് പറയുന്നത്. ഇനി അടുത്തത് പ്രോട്ടോപ്ലാസം. പ്രോട്ടോപ്ലാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈറ്റോപ്ലാസം എന്ന് വെച്ചാൽ ന്യൂക്ലിയസിന് പുറമേ ഉള്ള ഫ്ലൂയിഡിനെ സൈറ്റോപ്ലാസം എന്നും, എന്നാൽ ന്യൂക്ലിയസിൻ്റെ അകത്തുള്ള ഫ്ലൂയിഡിനെ നമ്മൾ ന്യൂക്ലിയോപ്ലാസം എന്ന് വിളിക്കുന്നു. അതിനെ രണ്ടിനെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് പ്രോട്ടോപ്ലാസം. ഇതിന് പേര് നൽകിയത് ആരാണ്? പുർക്കിഞ്ച്. ഇറ്റ് ഈസ് എ വോൾ ഫ്ലൂയിഡ് ഇൻസൈഡ് ദ പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിനകത്തുള്ള എല്ലാ ഫ്ലൂയിഡിനെയും കൂടെ വിളിക്കുന്നവരാണ് പ്രോട്ടോപ്ലാസം. ആൻഡ് തോമസ് ഹക്സ്ലി സെഡ് ഇറ്റ് ഈസ് ദ ഫിസിക്കൽ ബേസിസ് ഓഫ് ലൈഫ്. തോമസ് ഹക്സ്ലി എന്താണ് പറഞ്ഞത്? ഇതെന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ബേസിസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞു. ആൻഡ് മൈറ്റോകോൺട്രിയയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ആദ്യം നമ്മുടെ മനസ്സിൽ കയറി വരുന്നതായിരിക്കും പവർ ഹൗസ് അല്ലേ? ഓക്കെ, നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതെന്ന് പറയുന്നത് ഡബിൾ മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചറാണ് മൈറ്റോകോൺട്രിയയ്ക്ക്. ആദ്യത്തെ ഒരു ലെയർ പോലെ നിൽക്കുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ അകത്ത്
പുറത്തെ ഇതെന്ന് പറയുന്നത് മെംബ്രെയിൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഫോൾഡ് ഇൻ ദ ഇന്നർ മെംബ്രെയിൻ ഓഫ് ദ മൈറ്റോകോൺട്രിയ ടുവാർഡ്സ് എ മെട്രിക്സ്. മെട്രിക്സിലേക്ക് ഇങ്ങനെ ചുളിവുകൾ പോലെ വരുന്നതിനെ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റൽ. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു പവർ ഹൗസാണ്. സൈറ്റ് ഓഫ് എ ടി പി സിന്തസിസ്, സൈറ്റ് ഓഫ് എ ടി പി സിന്തസിസ്. ആൻഡ് എ ടി പി is the energy currency of the cell, and they are the only location of DNA outside the nucleus possess a single circular DNA. നമ്മുടെ സെല്ലിൽ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ന്യൂക്ലിയസിലല്ലാതെ പുറത്ത് വേറെ എവിടെയാണ് DNA കാണപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈറ്റോകോൺട്രിയയിൽ മാത്രമേ കാണൂ. അവിടെ എന്തായിരിക്കും? സിംഗിൾ സർക്കുലർ DNA ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്തത് ഗോൾഗി അപ്പാരറ്റസ്. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ അത് ഡിസ്കവർ ചെയ്ത ആരാണ്? കാമിലോ ഗോൾഗി ഇൻ 1898. ദേ കൺസിസ്റ്റ് ഓഫ് മെനി ഫ്ലാറ്റ് ഡിസ്ക് ഷേപ്ഡ് സാക്ക് ഓർ സിസ്റ്റേർണെ സ്റ്റാക്ഡ് പാരലൽ ടു ഈച്ച് അതർ. ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇവർ ട്രാഫിക് പോലീസുകളാണെന്നാണ് അറിയപ്പെടുന്നത്. എന്ന് വെച്ചാൽ പാക്കേജിങ് മെറ്റീരിയൽ ടു ബി ഡെലിവേർഡ് എയ്തർ ടു ദ ഇൻട്രാ സെല്ലുലാർ ടാർജറ്റ് ഓർ സെക്രീറ്റഡ് ഔട്ട്സൈഡ് ദ സെൽ. എന്താണ്? സെല്ലിനുള്ളിൽ ഇൻ്റർ എന്ന് വെച്ചാൽ എന്താണ്? സെല്ലുകൾക്കിടയിൽ. ഇൻട്രാ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ എന്താണ്? സെല്ലുകൾക്കുള്ളിൽ എന്ത് ചെയ്യുന്നു? ഓരോ മെറ്റീരിയൽസൊക്കെ കൊണ്ടെത്തിക്കുന്നു. അപ്പം ഇനി അടുത്തതെന്ന് പറയുന്നത് റൈബോസോംസ് ആണ്. റൈബോസോംസ് എന്ന് പറഞ്ഞാൽ അത് കണ്ടുപിടിച്ചാരാണ്? ജോർജ് പാലഡയാണ് ഇൻ 1953. സ്മോൾ ഗ്രാനുവൽസ് അറ്റാച്ച്ഡ് ടു ദ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. ഇപ്പോൾ ചെറിയ ചെറിയ ഗ്രാനുവൽസ് എന്ന് വെച്ചാൽ ഈ റൈബോസോം എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്ന് വിളിക്കുന്നു. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ ഫാക്ടറിയാണ് ഇവരെന്ന് പറയുന്നത്. എന്താണ്? പ്രോട്ടീൻ ഫാക്ടറി എന്നാണ് അറിയപ്പെടുന്നത്. സൈറ്റ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. ഒരു കാര്യം ഓർക്കുക, റൈബോസോം പ്രോട്ടീൻ സിന്തസിസിൻ്റെ സൈറ്റാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈറ്റോകോൺട്രിയ എന്തായിരുന്നു? എ ടി പി സിന്തസിസിൻ്റെ സൈറ്റായിരുന്നു. ഓക്കെ. ആൻഡ് 2 ടൈപ്പ് റൈബോസോംസ് ആണുള്ളത്. ഒന്ന് 70S നമ്മൾ പറഞ്ഞു പ്രോക്യാരിയോട്ടിലുള്ളത്, 80S എന്ന് പറയുന്നത് യൂക്യാരിയോട്സിലുള്ളത്. സ്മോളസ്റ്റ് സെൽ ഓർഗനലിനെയാണ് റൈബോസോം എന്ന് പറയുന്നത്. അടുത്തതാണ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. ഇത് പ്രപ്പോസ് ചെയ്ത ആരാണ്? പോർട്ടർ ആൻഡ് ക്ലോഡ്. പോർട്ടറും ക്ലോഡുമാണ് ഇത് പ്രപ്പോസ് ചെയ്തത്. മെംബ്രേനിയസ് നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്യൂള്. ഇങ്ങനെ മെംബ്രേനിയസ് ആയിട്ടുള്ളൊരിത് ആണ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്ന് പറയുന്നത്. എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലവും റൈബോസോമും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം കിട്ടും. ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ പ്രോട്ടീൻ സിന്തസിസ് ആൻഡ് സെക്രീഷൻ. സെക്രീഷന് വേണ്ടിയിട്ടും പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടിയിട്ടുമാണ് ഈ RER റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം വരുന്നത്. എന്നാൽ റൈബോസോം ആബ്സെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം അല്ലെങ്കിൽ SCR എന്ന് വിളിക്കുന്നു. അതെന്തിന് ഇൻവോൾവ് ചെയ്യുന്നു? ലിപ്പിഡ് സിന്തസിസിനും അതുപോലെ തന്നെ സ്റ്റിറോയിഡൽ ഹോർമോൺസിലും ഇൻവോൾവ് ചെയ്യുന്നു. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് സ്കെലട്ടൺ ആണ്. എന്ന് വെച്ചാൽ സ്കെലട്ടൺ പോലെ കാണപ്പെടുന്നതെന്ന് വെച്ചാൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് സപ്പോർട്ടിംഗ് ഫ്രെയിം നെറ്റ്വർക്ക്. അതിനെ എന്ത് ചെയ്യുന്നു? സപ്പോർട്ട് ചെയ്യുന്നു. ഇനി ലൈസോസോമിനെ നമ്മൾ സൂയിസൈഡൽ ബാഗ്സ് എന്നാണ് വിളിക്കുന്നത്. കാരണം ഇവന് എന്തിന്? ഡൈജഷന് വേണ്ടിയിട്ടും എക്സ്ക്രീഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സെൽ റിന്യൂവലിനൊക്കെ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നു. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻട്രാ സെല്ലുലാർ ഡൈജഷനാണ്. ഇത് എവിടെ നിന്നാണ് ഫോം ചെയ്യുന്നത്? ഗോൾഗി ബോഡീസിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് വാക്യൂൾ. വാക്യൂളിനകത്ത് എന്താണ് പറയുന്നത്? ഫ്ലൂയിൽ ഫിൽഡ് ഓർഗനലെയാണ്. ഇത് വാട്ടറിനെയും ഫുഡിനെയും വേസ്റ്റിനെയും ഒക്കെ എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്യുന്നു. നമുക്കറിയാം പ്ലാന്റ് സെല്ലിൽ വാക്യൂൾ ഒരു വലിയതാണ്. എന്നാൽ നമ്മുടെ ആനിമൽ സെല്ലിലോ അത് ഭയങ്കര ചെറുതാണ് അല്ലേ? ചിലപ്പോൾ കാണുമെന്ന് പോലും ഇല്ല വാക്യൂൾസ്. അങ്ങനെയും പറയാം. ലാർജർ ഇൻ പ്ലാന്റ്സ് ആൻഡ് വെൻ കമ്പയർഡ് ടു ആനിമൽസിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും എന്താണ്? വലുതാണ്. ഫങ്ഷൻ എന്ന് വെച്ചാൽ ഓസ്മോ റെഗുലേഷൻ ആൻഡ് റിമൂവൽ ഓഫ് വേസ്റ്റ്. ഇനി അടുത്തത് പ്ലാസ്റ്റഡ് ആണ്. എന്താണ് ഈ പ്ലാസ്റ്റഡ്? എവിടെ കാണപ്പെടുന്നത്? പ്ലാന്റ് സെല്ലിൽ മാത്രമേ കാണപ്പെടത്തുള്ളൂ. ഇതിനകത്ത് 3 ടൈപ്പ് സാധനങ്ങളുണ്ട്. ഒന്ന് ക്ലോറോപ്ലാസ്റ്റ്, ഒന്ന് ക്രോമോപ്ലാസ്റ്റ്, ഒന്ന് ലൂക്കോപ്ലാസ്റ്റ്. അതിൽ ക്ലോറോപ്ലാസ്റ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റിൻ്റെ കിച്ചൺ എന്നറിയപ്പെടും. ആൻഡ് കണ്ടെയ്ൻ ക്ലോറോഫിൽ. ഇതിനകത്ത് ക്ലോറോഫിലുണ്ട്. അതുകൊണ്ട് തന്നെ സൺലൈറ്റിനെ അബ്സോർബ് ചെയ്തുകൊണ്ട് ഇതെന്ത് ചെയ്യുന്നു? ഫോട്ടോസിന്തസിസിന് വിധേയമാകുന്നു.
ഇത് പ്രൊഡ്യൂസ് ആൻഡ് സ്റ്റോർ ഗ്ലൂക്കോസിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു. അടുത്തത് ക്രോമോപ്ലാസ്റ്റ്. അതെന്താണ്? കളർ കൊടുക്കുന്നു പ്ലാന്റ്സിന്. ഇതിനകത്ത് കെരോട്ടിനോയിഡ്സ് എന്ന് പറയുന്ന പിഗ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കാണുന്നു. അതുപോലെ തന്നെ ഫ്ലവറിലും ഫ്രൂട്ട്സിലൊക്കെയാണ് ഇത് ധാരാളമായിട്ട് കാണുന്നത്. അതിൽ ലൈക്കോപ്പീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് കളർ കൊടുക്കുന്നു. എന്ന് വെച്ചാൽ ടൊമാറ്റോ അതിൻ്റെ എക്സാമ്പിളാണ്. കെരോട്ടിൻ എന്ന് പറയുന്നത് ഓറഞ്ച് കളർ കൊടുക്കുന്നു. ക്യാരറ്റ് അതിൻ്റെ എക്സാമ്പിളാണ്. ബെറ്റാനിൻ എന്ന് പറയുന്നത് എന്താണ്? ഷുഗർ ബീറ്റാണ്. നെക്സ്റ്റ് വണ്ണാണ് ലൂക്കോപ്ലാസ്റ്റ്. ഇതെന്താണ്? കളർലെസ് ആണ്. അതുപോലെ തന്നെ ഫുഡിനെ സ്റ്റോർ ചെയ്യുന്ന. അമൈലോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് തന്നെ 3 ഉണ്ട്. അമൈലോപ്ലാസ്റ്റ് ഉണ്ട്, ഇലിയോപ്ലാസ്റ്റ് ഉണ്ട്, അല്യൂറോപ്ലാസ്റ്റ് ഉണ്ട്. അമിലോപ്ലാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോർ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ സ്റ്റാർച്ചിനെ സ്റ്റോർ ചെയ്യുന്നു. ഓയിലും ഫാറ്റും സ്റ്റോർ ചെയ്യുന്നതാണ് ഇലിയോപ്ലാസ്റ്റ്. ആൻഡ് അല്യൂറോപ്ലാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻസിനെ സ്റ്റോർ ചെയ്യുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സൈറ്റോസ്കെൽറ്റൻ. എന്താണ് സൈറ്റോസ്കെൽറ്റൻ? നമ്മുടെ ഈ ഒരു നെറ്റ്വർക്ക് പോലെ അല്ലെങ്കിൽ ഫിലമെൻറ്റസ് പ്രോട്ടീനേഷ്യസ് സ്ട്രക്ചർ കൺസിസ്റ്റിംഗ് ഓഫ് മൈക്രോഫിലമെൻറ്റ്സ് ആൻഡ് ഇൻ്റർമീഡിയറ്റ് ഫിലമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ദ സൈറ്റോപ്ലാസം ഈസ് കളക്റ്റീവ്ലി കോൾഡ് സൈറ്റോപ്ലാസം. ഈ സൈറ്റോപ്ലാസത്തിനകത്ത് ഇങ്ങനെ മൈക്രോട്യൂബ്യൂൾ കൊണ്ടും മൈക്രോഫിലമെൻറ്റ്സ് പോലും അതുപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ് ഫിലമെൻറ്റ്സ് പോലെയൊക്കെ കാണപ്പെടുന്ന ഒരു നെറ്റ്വർക്കിനെയാണ് നമ്മളെന്തെന്ന് പറയുന്നത്? സൈറ്റോസ്കെലിറ്റൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ മോട്ടിലിറ്റിക്ക്, മെയിൻ്റനൻസ് ഓഫ് ദ ഷേപ്പ് ഓഫ് ദ സെൽ ഒക്കെ സൈറ്റോസ്കെലിറ്റൻ കാരണമാകും. ഇനി അടുത്തത് സെൻട്രോസോംസ് അല്ലെങ്കിൽ സെൻട്രിയോൾസ്. സെൻട്രോസോംസ് is an organelles containing 2 cylindrical structure called centrioles. And function എന്ന് വെച്ച് കഴിഞ്ഞാൽ helps to organize microtubules and pull microtubules apart during cell division. ഇത് പ്ലാന്റ് സെല്ലിൽ എന്താണ്? ആബ്സെൻ്റ് ആണ്. ഇനി നമ്മൾ മെയിനായിട്ടുള്ള ഭാഗത്തിലേക്ക് കിടക്കുകയാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ബ്രെയിൻ ഓഫ് ദ സെല്ലാണ്. ഇത് കണ്ടുപിടിച്ചാരാണ്? റോബർട്ട് ബ്രൗൺ ആണ്. റോബർട്ട് ബ്രൗൺ ഇൻ 1831. ക്രോമാറ്റിൻ എന്നുള്ള നെയിം കൊടുത്തതാരാണ്? ഫ്ലെമിംഗ് ആണ്. ആൻഡ് എൻക്ലോസിങ് ന്യൂക്ലിയോപ്ലാസം വിച്ച് കണ്ടെയ്ൻ ന്യൂക്ലിയോലസ് ആൻഡ് ക്രോമാറ്റിൻ മെറ്റീരിയൽ. ന്യൂക്ലിയോലസ് എന്ന് പറയുന്നത് RNAയും പ്രോട്ടീനും ചേർന്നിട്ടുള്ളതാണ്. ന്യൂക്ലിയോലസിൻ്റെ സൈറ്റ് എന്ന് പറയുന്നത് റൈബോസോം ഫോർമേഷൻ ഉണ്ടാകുന്ന സ്ഥലമാണ് ന്യൂക്ലിയോലസ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂക്ലിയർ മെംബ്രെയിൻ ഹാസ് 2 parallel membranes with a space between called perinuclear space, and outer membrane is continuous with the endoplasmic reticulum and also be a ribosome. At a number of places, the nuclear envelope is interrupted by minute pore called nuclear pore, through which DNA and protein movement take place. ആ ഒരു ന്യൂക്ലിയർ പോർ വഴിയിട്ടാണ് DNA-യും പ്രോട്ടീൻ മൂവ്മെൻറ്റും ഒക്കെ നടക്കുന്നത്. ക്രോമാറ്റിൻ എന്താണ്? DNA-യും RNA-യും ഹിസ്റ്റോൺ പ്രോട്ടീൻസും ഒക്കെ അതുപോലെ നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻസും ഒക്കെ കാണും ക്രോമാറ്റിനിൽ. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെറിഡിറ്ററി ഇൻഫോർമേഷൻ റെക്കോർഡ് ഫോർ സെൽ ഡിവിഷൻ, മെറ്റാബോളിസം ആൻഡ് ഗ്രോത്ത്. ക്രോമസോം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇത് ഫോംഡ് ബൈ കണ്ടൻസേഷൻ ഓഫ് ക്രോമാറ്റിൻ കണ്ടൻസ് ചെയ്തിട്ടാണ് ക്രോമസോം ഉണ്ടായത്. ക്രോമസോത്തിൽ എന്ത് കാണും? ജീനുകൾ കാണും. ഇതുണ്ടാക്കിയിരിക്കുന്നത് DNA വെച്ചിട്ടാണ്, ഡിയോക്സി റൈബോന്യൂക്ലിക് ആസിഡ്. അതുപോലെ തന്നെ ജനറ്റിക് ഇൻഫോർമേഷനൊക്കെ ഇതിനകത്ത് കൊണ്ടു നടക്കുന്നുണ്ട്. ആൻഡ് ജീൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹെറിഡിറ്ററി യൂണിറ്റാണ്. അതുപോലെ തന്നെ നമുക്ക് എത്ര നമ്പർ ഓഫ് ക്രോമസോംസ് ആണ് ഉള്ളത്? 23 പെയർ ക്രോമസോമാണ് ഉള്ളത്. അതിൽ 22 പെയർ ഓട്ടോസോമൽ ക്രോമസോമും ഒരെണ്ണം മാത്രം, ഒരു പെയർ മാത്രം സെക്സ് ക്രോമസോമുമാണ്. പെയറാണ്, നമ്പറല്ല. Any addition or removal of chromosome causes genetic disorder. Every chromosome has primary construction or the centromere on the side of which disc-shaped kinetochore are present. കണ്ടോ, ഇവിടെ ഒരു സെൻട്രോമിയർ നമ്മൾ ഈ നടുക്ക് വരുന്ന പോർഷനാണ് സെൻട്രോമിയർ. അതിൻ്റെ 2 സൈഡിലും കൈനറ്റോക്കോറും പിന്നെ സ്പിൻഡിൽ ഫൈബർ. ക്രോമാറ്റിഡ്സ് എന്ന് പറയുന്നത് എന്താണ്? 2X പോലെ ഇരിക്കുന്ന ആ സാധനത്തിനാണ് ക്രോമാറ്റിഡ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്.
അടുത്തത് DNA. DNA പറ്റി പറയുകയാണെങ്കിൽ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറാണ് വാട്സൺ ആൻഡ് ക്രിക്കാണ് ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ കണ്ടുപിടിച്ചത്. മേഡപ്പ് ഓഫ് പോളിന്യൂക്ലിയോടൈഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പോളിന്യൂക്ലിയോടൈഡിൽ തന്നെ 3 സാധനമുണ്ട്. ഒന്ന് നൈട്രജൻ ബേസ്, ഷുഗർ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. അതിൽ നൈട്രജൻ ബേസിൽ തന്നെ 2 ഉണ്ട്. ഒന്ന് പ്യൂറിനും ഒന്ന് പൈറിമിഡിനും. പ്യൂറിനകത്ത് വരുന്നതാണ് അഡിനിനും ഗ്വാനിനും. എന്നാൽ പൈറിമിഡിനകത്ത് വരുന്നതാണ് തൈമിനും സൈറ്റോസിനും. ഈ തൈമിൻ വരുന്ന കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ DNA കേസിലാണ് തൈമിൻ വരുന്നത്. എന്നാൽ RNA ആകുമ്പോഴത്തേക്കും അവിടെ എന്ത് വരും? യുറാസിൽ വരും, അല്ലെങ്കിൽ U വരും. അതുപോലെ തന്നെ ബേസ് പെയറിംഗ് റൂൾ അനുസരിച്ച് അഡിനിൻ തൈമിനുമായിട്ടും ഗ്വാനിൻ സൈറ്റോസിനുമായിട്ടേ ചേരത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ RNA കേസ് വരുവാണെന്നുണ്ടെങ്കിൽ അഡിനിൻ യുറാസിലുമായിട്ടും ഗ്വാനിൻ സൈറ്റോസിനുമായിട്ടും ചേരുന്നു. ഇനി ഷുഗർ തന്നെ ഡിയോക്സി റൈബോ ഷുഗറും ഉണ്ട്, DNA റൈബോ ഷുഗറും ഉണ്ട്. DNAയും RNAയും തമ്മിലുള്ള ഡിഫറൻസ് എന്തുവാ? DNAയിൽ എന്തുണ്ട്? ഡിയോക്സി റൈബോ ഷുഗർ ഉണ്ട്. അതുപോലെ തന്നെ DNAയുടെ സ്ട്രക്ചർ ഡബിൾ ഹെലിക്സ് ആണ്. നൈട്രോജീനസ് ബേസിൽ എന്തൊക്കെയുണ്ട്? അഡിനിനുണ്ട്, ഗ്വാനിനുണ്ട്, തൈമിനുണ്ട്, സൈറ്റോസിനുണ്ട്. എന്നാൽ RNA വരുമ്പോഴത്തേക്കും അവിടെ റൈബോ ഷുഗറാണുള്ളത്. RNAയ്ക്ക് എന്താണ്? സിംഗിൾ സ്ട്രാൻഡാണ്. നൈട്രോജീനസ് ബേസായിട്ട് അഡിനിന്, ഗ്വാനിന്, യുറാസിൽ അതിൻ്റെ സിസ്റ്റൈൻ ആണുള്ളത്, സൈറ്റോസിനാണുള്ളത്. സെൻട്രൽ ഡോഗ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ DNA-യിൽ നിന്നും RNA-യിലേക്ക് പോയിട്ട് അതിൽ നിന്നും പ്രോട്ടീൻ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ സെൻട്രൽ ഡോഗ്മ എന്ന് പറയുന്നത്. ഫ്ലോ ഓഫ് ജനറ്റിക് ഇൻഫോർമേഷൻ ഫ്രം DNA to RNA to make a functional unit product protein is called central dogma. The central dogma illustrates the flow of genetic information of cells. എങ്ങനെയാണ് കാണിക്കുന്നത്? replication of DNA, transcription of DNA to RNA, translation of RNA to proteins. ആദ്യമേ replication. The new DNA strands formed will have one parent DNA and the other is newly synthesized. With this process is called semi-conservative DNA replication. എന്താണ്? ഒരു DNA എടുത്തിട്ട് അതിനെ 2ആയിട്ട് പിരിച്ചെടുത്തിട്ട് അതിന് എന്ത് കൊടുക്കുന്നു? പിന്നെയും പുതിയതായിട്ട് ഒരു DNA ആക്കി മാറ്റുന്നു. എന്നിട്ട് അതിനെ എന്ത് ചെയ്യുന്നു? ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യുന്നു. ഇൻഫർമേഷൻ ഈസ് ട്രാൻസ്ഫർഡ് ഫ്രം വൺ സ്ട്രാൻഡ് ഓഫ് ദ DNA to RNA by the enzyme RNA polymerase. Reverse transcription is a technique to generate DNA from RNA. എന്ത് ചെയ്യുന്നു? ഈ DNA-യിൽ നിന്നും പുതിയതായിട്ടുണ്ടാക്കിയ DNA-യിൽ നിന്നും RNA ആക്കി മാറ്റുന്നത് എങ്ങനെ കട്ട് ചെയ്യുന്നു? RNA പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈം വെച്ചിട്ട് മാറ്റുന്നു. അത് കഴിഞ്ഞിട്ട് ട്രാൻസ്ലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ് ബൈ വിച്ച് ദ RNA കോഡ് ഫോർ സ്പെസിഫിക് പ്രോട്ടീൻസ്. എന്നിട്ട് ഈ RNA എന്ത് ചെയ്യുന്നു? ചില പ്രോട്ടീൻസൊക്കെ ഉണ്ടാക്കുന്നു. ട്രാൻസ്ലേഷൻ ഒക്കർ ഇൻ റൈബോസോം. ട്രാൻസ്ലേഷൻ എവിടെയാണ് നടക്കുന്നത്? റൈബോസോമിലാണ് നടക്കുന്നത്, വിച്ച് ഈസ് എ ഫാക്ടറി ഫോർ സിന്തസിസ് ഓഫ് പ്രോട്ടീൻ. ഇനി മെസ്സഞ്ചർ RNA അല്ലെ mRNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DNA കോപ്പീസ് DNA ഇൻ എ ന്യൂക്ലിയസ് ആൻഡ് ക്യാരീസ് ദ ഇൻഫോം ടു ദ റൈബോസോം. ആൻഡ് ബൈനോമിയൽ റൈബോസോമൽ RNA അല്ലെങ്കിൽ rRNA എന്ന് പറയുന്നത് മേക്സ് അപ്പ് എ ലാർജ് പാർട്ട് ഓഫ് ദ റൈബോസോം, റീഡ്സ് ഓർ ഡീകോഡ്സ് mRNA. ട്രാൻസ്ഫർ DNA എന്ന് വെച്ച് കഴിഞ്ഞാൽ tRNA ആണ്. ക്യാരീസ് അമിനോ ആസിഡ്സ് ടു ദ റൈബോസം വേർ ദേ ആർ ജോയിൻഡ് ടു ഫോം പ്രോട്ടീൻസ്. ഇനി നമ്മൾ മെയിനായിട്ട് ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഈ ഓർഗനൽസ് പറഞ്ഞില്ലേ? ഈ ഓർഗനൽസ് പറഞ്ഞതിനകത്ത് ന്യൂക്ലിയസ് എന്താണ്? ബ്രെയിൻ എന്നറിയപ്പെടുന്നു. മൈറ്റോകോൺട്രിയ പവർ ഹൗസ്, ഗോൾഗി ബോഡി ട്രാഫിക് പോലീസ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം സ്കെലിറ്റൻ, റൈബോസോം എന്ന് പറയുന്നത് പ്രോട്ടീൻ ഫാക്ടറി, ലൈസോസോം സൂയിസൈഡൽ ബാഗ്, ക്ലോറോപ്ലാസ്റ്റ് കിച്ചൺ, ATP എന്ന് പറഞ്ഞാൽ അഡിനിൻ ട്രൈഫോസ്ഫേറ്റ് എനർജി കറൻസി. താങ്ക് യു. പിന്നെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞില്ലേ? ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള നോട്ടിൽ ഒന്നെങ്കിൽ എഴുതി വയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നിങ്ങളുടെ ഫ്രീ ടൈമിലോ എപ്പോഴാണെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യുക? ഈ
കാര്യങ്ങൾ ഹെഡ്സെറ്റ് കണക്ട് ചെയ്തോ അല്ലെങ്കിൽ ഫുൾ വോളിയത്തിലോ ഇങ്ങനെ വെച്ച് നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കും. കൂടുതൽ നല്ല ഹെഡ്സെറ്റ് കണക്ട് ചെയ്ത് കാണുന്നതായിരിക്കും. എന്നിട്ട് ഹെഡ്സെറ്റ് കണക്ട് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യും, നമുക്കിങ്ങനെ ഓർമ്മ വന്നിരിക്കും. നമ്മൾ പഠിക്കാനായിട്ട് ഒരു സമയം കണ്ടെത്തണമെന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് കിട്ടുന്ന സമയങ്ങളെല്ലാം നമുക്ക് പഠിക്കാം. ചിലപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴായിരിക്കാം, ചിലപ്പോൾ നമ്മൾ അവിടെ ഇരിക്കുമ്പോഴായിരിക്കാം. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് ഓരോന്നും ഇങ്ങനെ പഠിച്ചു പോകാം. അപ്പം കുറേശ്ശെ പഠിച്ചാൽ നമുക്ക് എന്തായാലും വിജയം ഉറപ്പായിട്ടും കിട്ടും. നമുക്ക് എപ്പോഴെങ്കിലും അതിനുള്ളതിൻ്റെ ഒരു വർത്ത് നമ്മൾ ആത്മാർത്ഥമായിട്ട് അതിനു വേണ്ടി നിൽക്കണം. അല്ലാതെ 1-2 ദിവസം പഠിച്ചിട്ട് കിട്ടുമെന്നല്ല പറയുന്നത്. നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പഠിച്ചു പോകാം. നമുക്ക് നോക്കാമെന്നേ. അപ്പോൾ എല്ലാവർക്കും ബൈ.